വി ഡി സതീശൻ മന്ത്രിസഭയിലേക്ക് തന്റെ പേരും പരിഗണനയിലുണ്ട് എന്ന് പറയുകയാണ് അരൂരിലെ നിയുക്ത MLA ഷാനിമോൾ ഉസ്മാൻ. മന്ത്രിയായില്ലെങ്കിലും താൻ സംതൃപ്തിയാണെന്നും 24 സംസാരിക്കുമ്പോൾ ഷാനിമോൾ പറയുന്നു. രമേശ് ചെന്നിത്തലയുടെ പരിഭവം കേന്ദ്ര നേതൃത്വം ഇടപെട്ട് പരിഹരിക്കണമെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. പ്രതികൂലമായ കാലാവസ്ഥയിലും വോട്ടർമാരെ കണ്ട് നന്ദി പറയാനുള്ള തിരക്കിലാണ് അരൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത MLA ഷാനിമോൾ ഉസ്മാൻ. ഇപ്പോൾ മണ്ഡലമാകെ നടന്ന വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുകയാണ്. എന്തായാലും അവസാനം വലിയ വിജയം നേടിത്തന്നു ജനങ്ങൾ. എന്താണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു കഴിഞ്ഞാൽ അത് ജയിച്ചാലും തോറ്റാലും അവിടെ മത്സരിക്കുന്നവരുടെയും ആ മുന്നണിയുടെയും പാർട്ടിയുടെയും ഉത്തരവാദിത്തമാണ് വോട്ട് ചെയ്ത ജനങ്ങളെ കണ്ട് അവരോടൊരു നന്ദി പറയുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളിവിടെ വളരെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ UDF മുന്നോട്ട് പോയതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ ഇതുകൂടെ കഴിഞ്ഞ ഇന്നത്തെ ദിവസം കൂടെ കൊണ്ട് ഞങ്ങൾ പൂർത്തിയാക്കുകയാണ്. നല്ല ഭൂരിപക്ഷമാണ് ഈ നാട്ടിലെ ജനങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. തിരക്കിട്ട ഓട്ടത്തിലാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തും തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട്. എന്താണ് പ്രതീക്ഷ? തിരുവനന്തപുരത്തെ ചർച്ചകൾ നേതൃത്വം നടത്തട്ടെ. നേതൃത്വം അത് സമയബന്ധിതമായി അത് പൂർത്തിയാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന നല്ല മന്ത്രിസഭ ഐക്യജനാധിപത്യ മുന്നണിയുടേതായി വരട്ടെ. നമുക്ക് നാടിന്റെ എല്ലാ അടിസ്ഥാന പ്രശ്നങ്ങൾക്കും അങ്ങനെ പരിഹാരം കാണാൻ. വനിതാ പ്രാതിനിധ്യത്തിന് വേണ്ടി ഒരുപാട് പോരാടിയ വ്യക്തി കൂടിയാണ്. വനിതാ പ്രാതിനിധ്യം വലിയ തോതിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അതേ സംബന്ധിച്ച് ഞാൻ അതിനകത്തുണ്ടാകുമോ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വിഷയമല്ല. തീർച്ചയായിട്ടും വനിതാ പ്രാതിനിധ്യം ഉണ്ടാകും. കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തണമെന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. അത് ഒരു മന്ത്രിസഭയിലേക്ക് ഒരാളെ ഉൾപ്പെടുത്തുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് പല മാനദണ്ഡങ്ങളുണ്ട്, പല സമവാക്യങ്ങളുണ്ട്. അതൊക്കെ പരിഹരിക്കും. അപ്പോൾ ഉറപ്പായും ഷാനിമോൾ അടക്കം ബിന്ദു കൃഷ്ണൻ അടക്കം വനിത എന്ന നിലയ്ക്ക് മാത്രമല്ല, അവരൊക്കെ മന്ത്രിമാരാവാൻ യോഗ്യരാണ്. പക്ഷേ നേരത്തെ പറയുന്ന ആകെ 21 മന്ത്രിസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് അർഹരായിട്ടുള്ള 102 MLA മാർ, എല്ലാവരും അർഹരാണല്ലോ. അതിന് അർഹരായിട്ടുള്ള അത്രയധികം MLA മാർ ഉണ്ട് താനും. അപ്പോൾ അതിനിടയിൽ ഇവരൊക്കെ ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസ് തയ്യാറാകുന്ന ഷാനിമോൾ ഉസ്മാന്റെ പേര് നമ്മൾ ഇതുവരെ എവിടെയും മന്ത്രിസഭയിലേക്ക് പറഞ്ഞു കേട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.